ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡിസൈൻ ടൂൾസുകളുടെ അഥവാ ഡിസൈൻ സോഫ്റ്റ്വെയറുകളിലെ ഷോർട്ട് കട്ടുകളെ കുറിച്ചാണ്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ലോകത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പല പല ഇൻഡസ്ട്രികളിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഷോർട്ട് കട്ട് ഇത്രയേറെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഡിസൈനേഴ്സ് അല്ലാതെ മറ്റുള്ളവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്ന കാര്യത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് ഡിസൈനേഴ്സിന്. ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 ടാലൻറ്റ് നമ്മൾ അതിനകത്തോട്ട് ഇൻപുട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് എത്ര പെട്ടെന്ന് ചെയ്യുക, അത് എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിസൈനറുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് അഥവാ മറ്റൊരു കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യുന്നവരെ കമ്പനികൾക്ക് വളരെ അത്യാവശ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു 1 ഡേ കൊണ്ട് ചെയ്യേണ്ടുന്നത് നമുക്ക് നമ്മുടെ ഡിസൈൻ സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് കൊണ്ടുള്ള നമുക്ക് പെട്ടെന്ന് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 ഡേ എന്നുള്ളത് ഹാഫ് ഡേയിൽ വരെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് ഡിസൈനേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ഒരുപാട് സ്റ്റുഡിയോ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യുന്ന ഡിസൈനേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ഷോർട്ട് കട്ട്സ് ആണ് അവർ യൂസ് ചെയ്ത് ശീലിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി അത്തരത്തിലുള്ള എല്ലാ ഷോർട്ട് കട്ടുകൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായ ഷോർട്ട് കട്ടുകൾ മനസ്സിലാക്കി പഠിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ സോഫ്റ്റ്വെയറിലും അത് എന്ത് സോഫ്റ്റ്വെയർ ആണോ ഓരോരുത്തർക്ക് പ്രാധാന്യമുള്ളത്, അത് ഫോട്ടോഷോപ്പ് ആയാലും കോറൽ ആയാലും ഇല്ലുസ്ട്രേറ്റർ ആയാലും ഒക്കെ തന്നെ അവരവരുടെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ അവരുടെ മാക്സിമം അതിനകത്തുള്ള ഷോർട്ട് കട്ട്സുകൾ പഠിച്ചു വെച്ചിരിക്കാൻ എല്ലാ ഡിസൈനേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. അത് അവർക്ക് ഏതൊരു കമ്പനിയിൽ നിന്നാലും അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഈസിയാണ്. അതുപോലെ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു പ്രോജക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ട്സുകൾ എപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ വളരെ ടച്ച് ആണെങ്കിൽ നമുക്കതൊരു പ്രത്യേക രീതിയിൽ അത് ഒരു പ്രത്യേക പാഷനായിരിക്കും അത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷോർട്ട് കട്ടുകൾ മനസ്സിലാക്കാൻ അഥവാ ഷോർട്ട് കട്ടുകൾ എല്ലാ ഷോർട്ട് കട്ടുകളും നമ്മൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൻ്റെ കാര്യമല്ല പറയുന്നത്, ഡിസൈൻ ഇൻഡസ്ട്രിയിൽ ഇന്ന് യൂസ് ചെയ്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയറുകളുടെയും ഷോർട്ട് കട്ടുകൾ മനസ്സിലാക്കുന്ന അതിമനോഹരമായ ഒരു വെബ്സൈറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ നോക്കുന്നത് shortcuts.design എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഡിസൈനേഴ്സിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഷോർട്ട് കട്ടുകളുടെ ഒരു നീണ്ട കളക്ഷൻ തന്നെ അവരിവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഡിസൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രിയിലെ ഇന്നത്തെ ടോപ്പ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻ ടൂൾസുകളും അവിടെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതൊക്കെ സ്കെച്ച്, പ്രിൻസിപ്പിൾസ്, ഇൻവിഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന അഡോബിൻ്റെ പ്രൊഡക്റ്റിൽ ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, ഇല്ലുസ്ട്രേറ്റർ, ആഫ്റ്റർ എഫക്ട്സ്, അഡോബ് XD എന്നുള്ള ഫുൾ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടൂൾസുകളിൽ തന്നെ ചില ടൂൾസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് മാക്കിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ചില ടൂൾസ് എന്ന് പറഞ്ഞാൽ മാക്കിലും വിൻഡോസിലും വർക്ക് ചെയ്യും. അപ്പം ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നല്ലൊരു ശതമാനം ആൾക്കാരും മാക്കാണ് യൂസ് ചെയ്യുന്നത്, നല്ലൊരു ശതമാനം ആൾക്കാരും വിൻഡോസുമാണ് യൂസ് ചെയ്യുന്നത്. പല സോഫ്റ്റ്വെയറുകളും പലതിലും രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നത്, ചിലതിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ പല രീതിയിലാണ് ഡിസൈൻ സോഫ്റ്റ്വെയറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിവേയ്സ്, നമുക്ക് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ മാർക്കറ്റിൽ ഓടുന്ന ഏറ്റവും നല്ല സോഫ്റ്റ്വെയറുകളുടെ ഒരു നീണ്ട കളക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടുന്നത് അത് ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഫോട്ടോഷോപ്പിൻ്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞു. അതിനകത്ത് ഇവിടെ മാക്ക് എന്നും വിൻഡോസ് എന്നും 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ മാക്ക് കിടക്കുകയാണ്. ഇപ്പോൾ മാക്കിൻ്റെ ഷോർട്ട് കട്ടുകളുടെ ലിസ്റ്റാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എല്ലാ ഷോർട്ട് കട്ട്സുകളും ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാ ഷോർട്ട് കട്ടുകളും നമുക്കിവിടെ മാക്ക് മാറ്റി വിൻഡോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വിൻഡോസിൻ്റെ ഷോർട്ട് കട്ടുകളിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യും. നമുക്ക് എല്ലാ ഡിസൈനേഴ്സിനും ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസുകളും എല്ലാ കാര്യങ്ങളും നമുക്കിതിലുണ്ടെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി ആദ്യം നോക്കിയാൽ അത് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിച്ച് ശീലിക്കുക. അതാണ് ഡിസൈനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഷോർട്ട് കട്ടുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് സെലക്ഷൻ ടൂൾ അങ്ങനെ ഓരോ കാര്യങ്ങളുടെ ടൂൾ ബൈ ടൂളായിട്ടും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലുള്ള ഏത് സോഫ്റ്റ്വെയർ വേണോ ആ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഇൻഡിസൈൻ അല്ലെങ്കിൽ അഡോബ് XD ആണ് വേണമെങ്കിൽ അഡോബ് XD യൂസ് ചെയ്യുക. അഡോബ് XD ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് കട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, മാക്കിലതും വിൻഡോസിലതും. ഓക്കെ, അപ്പോൾ ഇതിൽ വരിക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കി പഠിക്കുക. അല്ലാതെ നമ്മൾ നിരന്തരമായിട്ട് സോഫ്റ്റ്വെയറുകൾ എടുത്ത്
എല്ലാ സോഫ്റ്റ്വെയറുകളിലും പോയി അവിടുത്തെ ഷോർട്ട് കട്ടുകളെല്ലാം എഴുതിയൊരു ബുക്കിൽ വെച്ച് അത് കണ്ട് കാണാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു ഹെൽപ്പിംഗ് ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ നിന്നും അടുത്തൊരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോട്ടോഷോപ്പ് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിൽ ഫുൾ ഷോർട്ട് കട്ട് അറിയായിരിക്കും. ഫോട്ടോഷോപ്പ് വളരെ കണ്ണടച്ച് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ, ഡിസൈനേഴ്സ് വേറെ കേരളത്തിലുണ്ട്. പക്ഷേ അവർ പെട്ടെന്ന് ഫോട്ടോഷോപ്പിൽ നിന്ന് Adobe XDയിലോട്ട് ഒരു കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് ആ ഷോർട്ട് കട്ടുകൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എടുത്ത് വെച്ച് എല്ലാ ഷോർട്ട് കട്ടുകൾ നോക്കി കണ്ടെഴുതി എടുക്കുന്നതിന് പകരം ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ടുകൾ ഇവിടെ നിന്ന് വന്ന് കണ്ട് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെ ഡിസൈൻ മാത്രമല്ല ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അവിടോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് സൈഡിലുള്ള പ്രധാനപ്പെട്ട ടൂൾസുകൾ എന്ന് വെച്ചാൽ നമുക്കറിയാലോ CMS, വേർഡ് പ്രസ് അല്ലെങ്കിൽ വെബ് ഫ്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായിട്ട് ടൂൾസ് നമ്മൾ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസുകളുടെ അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ടോപ്പിലോട്ട് വന്നിട്ട് മിസ്ലേനിയസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഒരു മാക്കിൻ്റെത് അല്ലെങ്കിൽ വിൻഡോസിൻ്റെത് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ബ്രൗസർ ക്രോമിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളുടെയും ഷോർട്ട് കട്ടുകളും തന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു ഡിസൈനറായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഷോർട്ട് കട്ടുകളാണ്. അപ്പോൾ ഒരു ഡിസൈനർക്ക് വേണ്ടുന്ന ഫുൾ ഷോർട്ട് കട്ടുകളുടെയും ഒരു ലിസ്റ്റ് അഥവാ ഒരു ലാൻഡിംഗ് പേജാണ് ഇതെന്ന് പറയുന്നത് shortcuts.design എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തുകൊള്ളുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ടുകൾ ഇതിൽ നിന്നും വന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ പ്രോജക്റ്റുകൾ അത് മാക്സിമം സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട്സുകൾ മാക്സിമം ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.